നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഇന്ത്യയുടെ നെഞ്ചിലെ മായാത്ത മുറിവ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് 31 വർഷം. ഡിസംബർ 6 ഇന്ത്യയുടെ മതേതര ആത്മാവിനെ തകർത്ത് തരിപ്പണമാക്കിയ ആ കറുത്ത ദിനം ഒരിക്കൽ കൂടി നമ്മിലേക്ക് വന്നണഞ്ഞു. അന്ന് തകർന്നു വീണത് ബാബരിയുടെ മിനാരങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസവും മതേതര ഇന്ത്യ എന്ന രാഷ്ട്രപിതാവിന്റെ മഹനീയ സ്വപ്നങ്ങളുമായിരുന്നു. ബാബരിയിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട ഓരോ കല്ലുകളും മണ്ണോട് ചേരുമെന്ന് കരുതരുത്. ബാബരി മസ്ജിദിന്റെ അടിയിൽ വിഗ്രഹമുണ്ട് എന്ന് അവകാശപ്പെട്ട പുരാവസ്തു ഗവേഷകർ പിന്നീട് ക്ഷമാപണം നടത്തി. അവർ പശ്ചാത്തപിച്ചു. തങ്ങളുടെ വാദം കള്ളമായിരുന്നു എന്ന് അവർ തുറന്നു പറഞ്ഞു. പക്ഷേ ആ പശ്ചാത്താപം വരുന്നതിനു മുമ്പേ ബാബരി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. മതേതര മനസ്സുകളിൽ അതൊരു തീപ്പന്തമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഒരു ബാബരി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജ്വലിക്കുന്ന ഓർമ്മകൾ പുകഞ്ഞുകൊണ്ടേയിരിക്കണം. അനീതിയെ ചോദ്യം ചെയ്യാൻ ഒരു തലമുറ പിറവിയെടുക്കും. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ്. اللهم رد مسجد البابري إلى أيدي المسلمين من أيدي الكفار والظالمين. اللهم انصر الإسلام والمسلمين. آمين برحمتك يا رب.